ഇടതുപക്ഷത്തിൻ്റെ വോട്ട് എല്ലാം പറഞ്ഞില്ല, എല്ലാ സാമാന്യ ജനങ്ങളുടെ കൂടെ ഇടതുപക്ഷത്തിൻ്റെ വോട്ട് കുറഞ്ഞിട്ടുണ്ട്, BJP യുടെ വോട്ടും കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പോളിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞത് അവരെയും ആണ് ബാധിച്ചിരിക്കുന്നത് കൂടുതൽ. ഞങ്ങൾ അന്ന് തന്നെ പറഞ്ഞിരുന്നു, പോളിംഗ് പെർസെൻറ്റേജിൻ്റെ കണക്ക് വന്നപ്പോൾ അന്ന് തന്നെ പറഞ്ഞു ഞങ്ങളുടെ ഭൂരിപക്ഷത്തെ ഇത് ബാധിക്കില്ല, 4-നും 4.5 ലക്ഷത്തിനും ഇടയിൽ ജയിക്കുമെന്നായിരുന്നു ഞങ്ങളുടെയൊക്കെ വിലയിരുത്തലും കണക്കുകൂട്ടലും. അപ്പോൾ അതേ രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. പാലക്കാടത്തെ വിജയമാണ് ഏറ്റവും വലിയ സന്ദേശം കേരളത്തിൽ നൽകിയിരിക്കുന്നത്. കാരണം BJP നിയമത്തിന് ശേഷം ജയിക്കാൻ പോകുന്ന നിയമസഭാ സീറ്റായിട്ടാണ് പാലക്കാട് അവർ കണക്കിലെടുത്തത്. അത് ഇത്ര വലിയ ഭൂരിപക്ഷം, പാലക്കാട്ടിലെ ജനങ്ങൾ ഇത്ര വലിയ ഭൂരിപക്ഷം നൽകി വിജയിപ്പിക്കുമെന്ന് വളരെ വ്യക്തമായ സൂചനയാണ്. ഞാനിപ്പോൾ പലരുടെയും കമൻറ്റുകൾ കേട്ടു. എല്ലാവരും പക്ഷേ രാഹുലിൻ്റെ വിജയത്തിൽ ഏറ്റവും വലിയ തിളക്കം എവിടെയാണ്? BJP ശക്തി കേന്ദ്രങ്ങളിൽ അതിശക്തമായിട്ടുള്ള വിള്ളൽ ഉണ്ടാക്കിയിട്ടാണ് രാഹുൽ ഈ 18,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അതാണ് കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ സന്ദേശമെന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം കേരളത്തെ ഹൈജാക്ക് ചെയ്യാനുള്ള കൊട്ടേഷനുമായി വരുന്നവർക്ക് കേരളത്തിൽ രക്ഷയില്ല എന്നുള്ള ക്ലിയർ മെസ്സേജാണ്. അത് വയനാട്ടിലുണ്ട്, പാലക്കാട് അത് വളരെ വ്യക്തമായിട്ടുള്ള മെസ്സേജായിട്ടാണ് തരുന്നത്. അതിനെ വർഗീയതയുടെ വിജയമായിട്ടൊക്കെ ചിലരിപ്പോൾ എന്ത് തമാശയാണ്. ഞാൻ ഗോവിന്ദ മാഷയുടെ പത്രസമ്മേളനം കാണുമായിരുന്നു. ഗോവിന്ദ മാഷ് പാലക്കാട് കാര്യം പറയുമ്പം വളരെ ദുഃഖത്തിലാണ് പറയുന്നത്. BJP തോറ്റതിൽ ഉള്ള വലിയ നിരാശയാണ് ഗോവിന്ദ മാഷിൻ്റെ മുഖത്ത് നിഴലിക്കുന്നത്. ഇങ്ങനെയാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്യേണ്ടത്? BJP എല്ലാ കോലാഹലവും നടത്തി, എല്ലാ പ്രവർത്തനവും നടത്തി ജയിക്കും, പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞ സീറ്റ് 18,000 വോട്ടിനെ അവരുടെ ദയനീയമായി തോൽപ്പിച്ച് അവരുടെ വോട്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ 2021 അപേക്ഷിച്ച് 10,000-ലധികം വോട്ട് കുറച്ചിട്ട് 18,000 വോട്ടിന് ജയിച്ചപ്പോൾ ആ ജയിച്ച രാഹുലിനെ അഭിനന്ദിക്കുകയായിരുന്നു CPM-ൻ്റെ നേതാവ് ചെയ്യേണ്ടിയിരുന്നത്. അതിന് പകരം അതിനെ അപഹസിക്കുക, എന്നിട്ട് പറയാം അത് വർഗീയതയുടെ വിജയമാണ്. വോട്ടിൻ്റെ കണക്ക് നോക്കിയാൽ അറിയില്ലേ? പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ 4,800 വോട്ട് വിജയിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറയാണ് ഭൂരിപക്ഷവും ന്യൂനപക്ഷവും 2 വർഗീയതയും ഞങ്ങൾ കളിച്ചു. ചിലർ പറയാം BJP ആയിട്ട് BJPക്ക് ഏറ്റവും പ്രസ്റ്റീജായ ഒരു ഇലക്ഷനിൽ അവരെ തോൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കണ്ടേ? ഈ ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് വന്നാൽ ആ റിസൾട്ടിനനുസരിച്ച് പ്രതികരിക്കുമ്പോൾ എല്ലാ രാഷ്ട്രീയവും മറന്നിട്ട് പറയാൻ പാടുണ്ടോ? CPM-ൻ്റെ ഏറ്റവും ഉന്നതരായ നേതാക്കൾ വളരെ എനിക്ക് വിഷമം തോന്നിയത്. ഈ ചേലക്കരയിലത്തെ തിരഞ്ഞെടുപ്പിൽ 43,000 വോട്ടാണ് 2021 കോൺഗ്രസിന് കിട്ടി, UDF-ന് കിട്ടിയത്. ഇപ്പോൾ 52,000 വോട്ട് കിട്ടിയിട്ടുണ്ട്, ജയിച്ചിട്ടില്ല. ജയം തന്നെയാണ്. ഞാൻ അതിനകത്ത് ചേലക്കരയിലത്തെ UDF-ന് പരാജയമാണ് എന്നുള്ളത് ഞാൻ സമ്മതിക്കും. പക്ഷേ പെർഫോമൻസ് വൈസ് നോക്കിയാൽ കഴിഞ്ഞ പ്രാവശ്യം 81,000 വോട്ട് കിട്ടിയ CPM ഇപ്പോൾ വന്നിരിക്കുന്നത് 62,000 വോട്ടിലേക്കാണ്. ചെറിയ വോട്ടല്ല കുറഞ്ഞിരിക്കുന്നത്, വലിയ വോട്ടാണ്. ഞങ്ങൾ 10,000 വോട്ട് കൂടിയിട്ടുണ്ട്. അവിടെ BJPക്കും കുറച്ച് വോട്ട് കൂട്ടിയിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കമ്പയർ ചെയ്തിട്ടാണ് പറയുന്നത്. അപ്പോൾ ഭരണവിരുദ്ധ വികാരമില്ല എന്ന് പറയുന്നത് അടിതപ്പാൻ CPM ശ്രമിക്കുന്നത് അവർ വീണ്ടും അപകടത്തിലേക്ക് ചാടുന്നതിന് തെളിവാണ്. അവർ വിലയിരുത്തുമെന്തായാലും ഞാൻ വിചാരിക്കുന്നത് അവർക്ക് എതിരായിട്ടുള്ള വോട്ട് ചേലക്കരയിലും ഉണ്ടായിട്ടുണ്ട്. ഈ മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് നോക്കുമ്പോഴേ മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഘാഡിക്ക് വലിയ തിരിച്ചടി ഉണ്ടായല്ലോ, അതിനെങ്ങനെയാണ് കാണുന്നത്? മഹാരാഷ്ട്രയിലത്തെ തെരഞ്ഞെടുപ്പ് പരാജയം സത്യത്തിൽ അവിശ്വസനീയമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അവിടുത്തെ എല്ലാ നേതാക്കളോട് സംസാരിച്ചപ്പോൾ അത് ഞങ്ങളുടെ പാർട്ടി മാത്രമല്ല BJP ആളുകൾ പോലും ഇത്രയും വലിയ ഒരു വിജയം എന്ന് അവരൊരിക്കലും പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം ഇപ്പം തോൽക്കുകയോ അല്ലെങ്കിൽ നല്ല മത്സരത്തിലുമാണ്. ഇത്രയും ഒരു പരാജയം മഹാരാഷ്ട്രയിൽ ഞങ്ങൾ ഒരിക്കലും കണക്കിലെടുത്തിട്ടില്ല. എന്താണെന്ന് വ്യക്തമായിട്ട് പരിശോധിച്ചാൽ മാത്രമേ അത് മനസ്സിലാകുള്ളൂ. അങ്ങനെ ഒരു ട്രെൻഡ് അല്ലായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ചിലരൊക്കെ ക്ലോസ് ഫൈറ്റ് എന്ന് പറഞ്ഞിരുന്നു, ക്ലോസ് ഫൈറ്റാണ്. പക്ഷേ ഈ രീതിയിൽ മഹാരാഷ്ട്രയിൽ താഴെ പോകാനുണ്ടായ കാരണം നമുക്കിപ്പോഴും വ്യക്തമല്ല. അങ്ങനെ ഒരു ട്രെൻഡ് അവിടെ ദർശിച്ചിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ്. പണം അവിടെ വലിയ തോതിൽ ചിലവഴിച്ചിരുന്നു, നിങ്ങളെല്ലാം കണ്ടതാണ്. ചെറിയ പണമൊന്നുമല്ല. തിരഞ്ഞെടുപ്പ് ദിവസത്തിൻ്റെ തൊട്ട് തലേന്ന് പോലും വ്യാപകമായി കോടിക്കണക്കിന് രൂപ ഒഴുക്കിയിരുന്നു. BJP ജനറൽ സെക്രട്ടറിയുടെ കയ്യിൽ നിന്ന് തന്നെ അത്രയും കോടികൾ പിടിച്ചെടുത്തതാണ്. ഞങ്ങളുടെ പാർട്ടിയല്ല പിടിച്ചെടുത്തത്, BVA പിടിച്ചെടുത്തത്. അപ്പോൾ അത് ഘടകമായിട്ടുണ്ടോ എന്താണെന്ന് വ്യക്തമായിട്ടും വിശദമായ ഒരു പരിശോധന മഹാരാഷ്ട്രക്ക് വേണ്ടി വരും. അത് ഞങ്ങൾ നടത്തും. പ്രിയങ്ക വയനാട്ടിലേക്ക് പോകുന്നുണ്ടോ? അത് തീരുമാനിച്ചിട്ടില്ല.
അത് പിന്നെ ഇനിയിപ്പോൾ സ്വയറിങ് കഴിഞ്ഞു പോകണമോ അല്ലെ മുൻപ് പോകണമോ എന്നുള്ളത് തീരുമാനിക്കുന്നു. അല്ല അത് പറ്റില്ല, പാർലമെൻറ്റിൽ സ്വയർ ചെയ്തിട്ടില്ലേ പറ്റുള്ളൂ. സ്വയറിങ് എന്നാണെന്ന് തീരുമാനിക്കണം. സർട്ടിഫിക്കറ്റ് വരണം, ഇലക്ഷൻ കമ്മീഷൻ ലോക്സഭാ സെക്രട്ടറിനെ അറിയിക്കണം ഇലക്റ്റഡ് ചെയ്തതായിട്ട്. അങ്ങനെ ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ട്. കേരളത്തിൽ പാലക്കാട് പ്രത്യേകിച്ചും കേരളത്തിൽ പട്ടി വിവാദം, അതേപോലെ തന്നെ റെയ്ഡ്, അതേപോലെ പുതിയ കൂറുമാറ്റം, ഇതിനൊക്കെ കേരളം കൊടുത്തൊരു മറുപടി എന്നതിനെ കരുതാം. പിന്നെ തീർച്ചയായിട്ടും വിവാദങ്ങളിലല്ല ജനങ്ങൾക്ക് താല്പര്യമെന്ന് തെളിയിക്കുന്നതാണ് പാലക്കാട്ടത്തെ റിസൾട്ട്. അന്നേ ഞങ്ങൾ പറയുന്നുണ്ട് ഇതൊക്കെ വിവാദങ്ങൾ മാത്രമായിട്ട് അവശേഷിക്കും. ജനകാനസ് വളരെ ക്ലിയറാണ്. പാലക്കാട്ടത്തെ റിസൾട്ട് എന്ന് പറയുന്നത് കേരളത്തിലെ 3 ഇലക്ഷൻ റിസൾട്ടും വയനാട്, പാലക്കാട്, ചേലക്കര 3 ഇലക്ഷൻ റിസൾട്ടും വർഗീയതയുമായി വന്ന് ആ വർഗീയതയുടെ ക്യാപ്സൂൾ വിറ്റ് കേരളത്തെ എടുക്കാനുള്ള BJPയുടെ കൊട്ടേഷനെതിരായിട്ടുള്ള ശരിയായിട്ടുള്ള മെസ്സേജാണ്. അതാണ് ഏറ്റവും കൂടുതൽ ആഹ്ലാദിപ്പിക്കുന്ന ഒന്ന്. ജനാധിപത്യവും മതേതരത്വവും ഉൾക്കൊള്ളുന്ന കേരളത്തിലെ ജനങ്ങൾ ഇപ്പോഴും ആ രീതിയിൽ ചിന്തിക്കുന്നുണ്ട് തെളിവാണ്. ഒപ്പം CPMൻ്റെ അവസരവാദത്തിനും അവരുടെ സർക്കാരിൻ്റെ ഭരണത്തിനും എതിരായിട്ടുള്ള ജനവിധി കൂടിയാണ് ഇത്.